മാസപ്പടി കേസിൽ എക്സാലോജിക്കുമായി പണമിടപാടുണ്ടായിരുന്ന കമ്പനികളിലേക്കും ഇ ഡി അന്വേഷണം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കുമായി കരാറുകൾ ഉണ്ടാക്കുകയും പണം നൽകുകയും ചെയ്ത കമ്പനികളിലേക്കാണ് അന്വേഷണം. 12 കമ്പനികൾക്ക് നേരെ SFIO നോട്ടീസ് നൽകിയിരുന്നു. IT സൊല്യൂഷൻസ് കമ്പനിയായ എക്സാലോജിക്കിന് IT സേവന കരാറുകളുടെ പേരിലായിരുന്നു കമ്പനികൾ പണം കൈമാറിയിരുന്നത്. എക്സാലോജിക്കുമായി ദുരൂഹ പണമിടപാടുകൾ സംശയിച്ച 12 കമ്പനികൾക്ക് 2024 മാർച്ചിലായിരുന്നു SFIO നോട്ടീസ് നൽകിയിരുന്നത്. വർക്കൗട്ടുകൾ, ഇൻവോയ്സുകൾ എന്നിവ ഹാജരാക്കാനും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കൃത്യമായ മറുപടി കമ്പനികൾ നൽകിയിരുന്നില്ല. കമ്പനികൾ സ്വീകരിച്ച സേവനം കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള കടലാസ് കമ്പനികൾ ഇവയിലുണ്ടോ, എങ്കിൽ പിന്നിലുള്ളത് ആരെല്ലാമാണ് എന്നിവയാണ് ഇഡിയും അന്വേഷിക്കുന്നത്. നൽകാത്ത സേവനങ്ങൾക്ക് 2,72,00,000 രൂപയായിരുന്നു വിവാദ കരിമണൽ കമ്പനി CMRൽ നിന്ന് എക്സാലോജിക് കൈപ്പറ്റിയത്. SFIO കുറ്റപത്രത്തിലാണ് വീണയ്ക്ക് ലഭിച്ച പണത്തിന്റെ കണക്കുകളുമുള്ളത്. ഇതുപോലുള്ള കരാറുകളായിരുന്നു മറ്റ് കമ്പനികൾക്കും എക്സാലോജിക്കുമായി ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ നഷ്ടക്കണക്കുകൾ നിരത്തിയിരുന്ന വീണയുടെ എക്സാലോജിക് വളരെ വേഗം ലാഭത്തിലേക്ക് കുതിച്ചുയർന്നു. വലിയ കരാറുകൾ ലഭിച്ചതോടെയായിരുന്നു ഈ വളർച്ച. കേസിൽ SFIO കുറ്റപത്രത്തിന്റെ പകർപ്പ് തേടി ഇഡി വിചാരണ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.